പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എം.ടി. വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ്. പക്ഷേ അതിലൊരു സങ്കടമുള്ളത് അത് കേൾക്കാൻ അദ്ദേഹം ഇന്ന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. എങ്ങനെയാണ് മകളെന്ന രീതിയിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ? രാജ്യത്തിൻ്റെ ഒരു വലിയ അംഗീകാരമാണ്, അതിൽ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി സന്തോഷമായേനെ. പക്ഷേ എന്നാൽ കൂടിയും ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കൂടി കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ കിട്ടേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് പലതവണ നിഷേധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായി കാണില്ല. എങ്കിൽ കൂടി അതൊരു ഒരു പോരായ്മയായി തോന്നിയില്ലേ? ഒന്നാമത് അച്ഛനൊന്നും അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ഒരാളാണ്. അപ്പം നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ ഇത്തരം പുരസ്കാരങ്ങളുടെ തിരഞ്ഞെടുപ്പിനൊക്കെ ഓരോ ക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ആരോടും പരാതിയും നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളത് പ്രതീക്ഷിച്ചിട്ടുമില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് സന്തോഷം, രാജ്യത്തിൻ്റെ ആദരവാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മലയാളത്തിനൊട്ടാകെയുള്ളൊരു അംഗീകാരമായിട്ട് കാണുന്നു. നമുക്കിപ്പോൾ ഈ പത്മവിഭൂഷൺ കൂടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ അത് സമുചിതമായി മലയാളത്തിലുണ്ടാവണം. അതിന് അദ്ദേഹത്തിന് എഴുത്തുകളുണ്ട്, എങ്കിൽ കൂടി എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്മാരകം അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആലോചനകൾ നടന്നിട്ടുണ്ടോ? പല ആലോചനകളും വരുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ ഒരു താല്പര്യം അച്ഛന് സ്മാരകങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ്. അച്ഛൻ്റെ പേരിൽ സ്മാരകങ്ങൾ, അതായത് കെട്ടിടങ്ങളായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിൽ പുരസ്കാരങ്ങളായിട്ടോ ഒന്നും വേണ്ട എന്നുള്ളതാണ് അച്ഛൻ്റെ താല്പര്യം. അത് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ അതല്ലാതെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നമുക്കൊരു പ്രോജക്റ്റ് നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. ഒരു വലിയ പദ്ധതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അത് ചെയ്യാനാണ് താല്പര്യം. ഈ ഭാഷയ്ക്കും സാഹിത്യത്തിനൊക്കെ ഉപകാരപ്പെടുന്ന അങ്ങനൊരു പദ്ധതി ആയിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. വായന, അതുപോലെ കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുക, ഈ വരും തലമുറകൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അച്ഛനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് ചെയ്യേണ്ട സമയമായി. അതായിരിക്കും ഒരു പക്ഷേ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെടുക. ഭാവിയിലും നമ്മുടെ ഭാഷയൊക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ബാക്കി വെച്ച് പോയൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമൂഴം എന്ന് പറയുന്ന തിരക്കഥ മുമ്പിലുണ്ട്. അത് സിനിമയാവുന്നു എന്ന് പറയുകയും ചെയ്തു. എപ്പോഴായിരിക്കും അത് മലയാളികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? അതൊരു വലിയ പ്രോജക്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യും. മാർച്ചിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ആരാ ചെയ്യുന്ന എന്നുള്ള അനൗൺസ്മെൻറ്റ് നമ്മൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഒരു 1.5-2 വർഷത്തെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതിനുശേഷമേ ഷൂട്ടിലേക്കൊക്കെ പോകുള്ളൂ. അതൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയമെടുത്ത് ഭംഗിയായിട്ട് ചെയ്യണം എന്നാണ്. മലയാളത്തിൽ നിന്നുള്ള സംവിധായകൻ തന്നെയായിരിക്കുമോ? ഇപ്പോൾ ചർച്ചകൾ ഏതായാലും തുടങ്ങിക്കാണുമല്ലോ. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരെയും മീഡിയ ഒക്കെ വിളിച്ചിട്ട് തന്നെയായിരിക്കും അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും അതുവരെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഇത് 2 വാർത്തകളുണ്ട്. പത്മവിഭൂഷണുള്ള സന്തോഷത്തോടൊപ്പം തന്നെയാണ് ഈ രണ്ടാമൂഴം സിനിമയാവുന്നു എന്നുള്ള സന്തോഷം കൂടിയുള്ളത്. ക്യാമറമാൻ ഷനിൽ കണ്ണനൊപ്പം BS രഞ്ജിത്ത്, റിപ്പോർട്ടർ.